ക്ലാസ്സിൽ എന്ത് ഗവേഷണം ചെയ്യാൻ പാടില്ലാത്ത വ്യക്തമായ നിയമമുള്ളതായ സ്ഥലത്ത് ഖുർആനിലോ സുന്നത്തിലോ നാം ഗവേഷണം ചെയ്യാൻ പാടുള്ളതേ അല്ല. ഇന്ന് മഹാ അപകടം മുസ്ലിങ്ങളുടെ ഇടയിൽ സംഭവിച്ചത് ഗവേഷണം ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽ ഗവേഷണം ചെയ്യലോ, അല്ലെങ്കിൽ ബുദ്ധിക്ക് യോജിച്ചില്ല എന്നത് കാരണത്താൽ ഖുർആനിന്റെ അർത്ഥത്തെ തന്നെ മാറ്റിവെക്കലോ, അല്ലെങ്കിൽ ബുദ്ധിക്ക് യോജിച്ചില്ല എന്നത് കാരണത്താൽ ഹദീസ് ബുഖാരിയിലാണെങ്കിലും മുസ്ലിമിലാണെങ്കിലും തള്ളിപ്പറയലോ. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ 23 കൊല്ലം 13 കൊല്ലം മക്കയിലും 10 കൊല്ലവും ചില്ലറയും മദീനയിലും താമസിച്ചതായ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തെ വളർത്തിയെടുത്തിരുന്നു. ആ വിഭാഗത്തെ അല്ലാഹ് വളരെ ആദരിച്ചു പറഞ്ഞിരുന്നു. എത്രത്തോളം? ഈ ഭൂമിയിലേക്ക് റസൂലുള്ള ഹിജറ വരുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹ് ഇറക്കിയതായ തൗറാത്തിലും അതുപോലെ ഇഞ്ചീലിലും ഈ ഭൂമിയിൽ വരാൻ പോകുന്ന സഹാബാക്കളെ കുറിച്ച് പറഞ്ഞു എന്ന വാർത്ത ഖുർആനിലുണ്ട്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ. എവിടെയാണത്? മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. പിന്നെ പറയുന്നു സീമാഹും എന്താണ്? അതാണ് നമ്മൾക്ക് വേണ്ടത്. നോക്കൂ, ഞാൻ അവരെ തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചീലിൽ പറഞ്ഞിട്ടുണ്ട്. ആരെ? സഹാബാക്കളെ. അള്ളാഹ് അത്ര പുകഴ്ത്തിയ വാഴ്ത്തിയ മനുഷ്യന്മാരെ കുറിച്ച്. സാധാരണ മനുഷ്യന്മാരല്ലേ, അവർ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തരം താഴ്ത്തുന്ന വിഭാഗമുണ്ട് ഇന്ന് മുസ്ലിങ്ങളുടെ അണികളിൽ. അരുത്. സ്വർഗം വേണമോ? അരുത്. എന്തുകൊണ്ട്? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ അണിനിരന്ന സഹാബാക്കൾ സാധാരണ മനുഷ്യന്മാരാണെങ്കിലും അവരെ അള്ളാഹ് വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിൽ നിന്നിട്ടും മറ്റു ഉമ്മത്തിൽ നിന്നിട്ടും. എന്താ വ്യത്യസ്തപ്പെടുത്തിയത്? അവർക്ക് ശേഷം വേറെ നബി വരാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് നബിയോടുകൂടി അള്ളാഹുവിന്റെ ദൂതരോടുകൂടി നബിമാരുടെ ശൃംഖല അവസാനിക്കുന്നത് കൊണ്ട് ഈ സഹാബാക്കളിലൂടെയാണ് ഖിയാമത്ത് നാൾ വരെ ഈ മതം പ്രചരിപ്പിക്കപ്പെടേണ്ടത്. അപ്പോൾ സഹാബാക്കൾ ക്ലിയറായി, താബിഈങ്ങൾക്ക് ക്ലിയറായി, താബിഈങ്ങൾക്ക് താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഗ്രന്ഥകർത്താക്കൾ ബുഖാരി പോലോത്ത ഇമാമിങ്ങൾ, ഷാഫി ഇമാമിനെ പോലോത്ത മദ്ഹബിന്റെ ഇമാമിങ്ങളെ പോലോത്ത ആ പടുകൂറ്റൻ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിലേക്ക് അത് സൂക്ഷിച്ച് സംരക്ഷിച്ച് അള്ളാഹ് ഏറ്റെടുത്തതുപോലെ എത്തിക്കാനുള്ള ചുറ്റുപാട് ആരിലൂടെ ഉണ്ടായി? ചൂടാറുന്നതിനു മുമ്പ് നേർക്കുനേരെ റസൂലിൽ നിന്നിട്ട് കേട്ടതായ സഹാബാക്കളിലൂടെ ഉണ്ടായി. ആ സഹാബാക്കൾ എങ്ങനെ ഖുർആൻ പഠിപ്പിച്ചു? അങ്ങനെ പഠിപ്പിക്കണം. എങ്ങനെ ഹദീസ് പഠിപ്പിച്ചു? അങ്ങനെ പഠിപ്പിക്കണം. എന്നല്ലാതെ പോക്കറ്റിൽ നാം ബുദ്ധി കൊണ്ട് ഉപയോഗിച്ചിട്ട് ഹദീസ് കണ്ടെത്താൻ പാടുള്ളതല്ല. ചിലപ്പോൾ അത് നമുക്ക് അമൽ ചെയ്യേണ്ട ഹദീസ് ആയിരിക്കില്ല, സഹാബാക്കൾ ചെയ്തിട്ടില്ലെങ്കിൽ. അങ്ങനെയാണ്. നിങ്ങൾക്കറിയാം, 2 ഖബറിന്റെ മീതെ ഒരു പച്ച പിടിച്ചതായ ഈത്തപ്പനയുടെ ഭാഗം നാട്ടിൽ റസൂൽ പറഞ്ഞു, ഇതിൻ്റെ അകത്തുള്ളതായ വ്യക്തികൾക്ക് ശിക്ഷയുണ്ട്, അതിന് ലഘൂകരണം വരും. ഇത് കണ്ട സഹാബാക്കളും ഇത് റിപ്പോർട്ട് ചെയ്ത സഹാബാക്കളും ആരും തന്നെ ഖബറിന്റെ മീതെ അങ്ങനെ പച്ച കുത്താറുണ്ടായിരുന്നില്ല. എന്താ ചെയ്യാത്തത്? അത് റസൂലിന്റെ കൈ കൊണ്ട് കുത്തുമ്പോഴും ആ പ്രാർത്ഥന കൊണ്ടും കിട്ടുന്ന ഒരു പ്രത്യേക ഇജാസാണ്, മുഅ്ജിസത്താണ്. അത് ഞാൻ